നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ USA പന്ത് തട്ടാൻ വേണ്ടി എത്തുകയാണ്. നീണ്ടകാലത്തിന് ശേഷം, ഒരു പതിറ്റാണ്ടിന് ശേഷം. 2014 അദ്ദേഹം ഏറ്റവും ഒടുവിൽ US കളിച്ചത്. അന്ന് അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി. 2014 ഓഗസ്റ്റ് 2 ആ കളി കാണാൻ വേണ്ടി മിഷിഗൻ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത് 1,09,318 പേരാണ്. യെസ്, CR7 കാണാൻ വേണ്ടി തിങ്ങിക്കൂടിയ 1,00,000 ആളുകളുടെ മുന്നിൽ അദ്ദേഹം അന്ന് പന്ത് തട്ടി. അതിനുശേഷം അദ്ദേഹം പിന്നീട് US പോയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടില്ല. ഇതാ വീണ്ടും അദ്ദേഹം US എത്തുന്നു, അവിടെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വിഭാഗമായ ദി അത്ലറ്റിക് ആണ്. ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സോക്കർ ഫെഡറേഷൻ ആൻഡ് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ വിൽ സൂൺ കൺഫേം ആൻ എക്സിബിഷൻ മാച്ച് ബിറ്റ്വീൻ ദെയർ മെൻസ് ടീം ടു ടേക്ക് പ്ലേസ് അറ്റ് മെഴ്സിഡസ്-ബെൻസ് സ്റ്റേഡിയം അറ്റ്ലാന്റ ഇൻ മാർച്ച് 2026 എന്ന് പറഞ്ഞാൽ ഇതാ ഇനിയിപ്പോൾ പോർച്ചുഗൽ വേൾഡ് കപ്പിന് യോഗ്യതയൊക്കെ നേടിക്കഴിഞ്ഞു. US കോഹോസ്റ്റുമാർ എന്ന നിലയിൽ നേരത്തെ യോഗ്യത നേടിയതാണ്. ഇനി മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് പോർച്ചുഗലും US തമ്മിൽ ഏറ്റുമുട്ടും. എവിടെ വെച്ച്? മെഴ്സിഡസ്-ബെൻസ് സ്റ്റേഡിയം ഇൻ അറ്റ്ലാന്റയിലെ മെഴ്സിഡസ്-ബെൻസ് സ്റ്റേഡിയത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും അതുപോലെ മൗറിസിയോ പൊച്ചറ്റിനോ പരിശീലിപ്പിക്കുന്ന USA തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഈ മാച്ച് ഏതാണ്ട് 12 വർഷക്കാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആബ്സെൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫുട്ബോൾ കളിച്ചിട്ട് 12 കൊല്ലക്കാലമായി, അത് അവസാനിപ്പിക്കും. അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചതിൻ്റെ കണക്കുകൾ നമ്മൾ പറഞ്ഞല്ലോ. സോ US ഇപ്പോൾ ലിയോ മെസ്സി ലീഗ് കളിച്ചുകൊണ്ട് പൊളിച്ചെടുക്കുകയാണ്. ക്രിസ്ത്യാനോ ഒരു വരവങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.